കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഒരു കാര്യം പറഞ്ഞിരുന്നു. കൃത്യമായി കീഴടങ്ങുകയാണെങ്കിൽ ശിക്ഷയിൽ ഇളവുകൾ നൽകിയേക്കാം, അല്ലാത്ത പക്ഷം ഈ ഭീകരതയെ തുടച്ചു നീക്കുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് 86 മാവോയിസ്റ്റ് ഭീകരർ തെലങ്കാനയിലടക്കം കീഴടങ്ങിയിരിക്കുന്നത്, അല്ലേ? ഛത്തീസ്ഗഡ് അതിർത്തിയോട് ചേർന്ന് വനമേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരരാണ് ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ കീഴടങ്ങിയിട്ടുള്ളത്. ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരമനുസരിച്ച് ഛത്തീസ്ഗഡ് അതിർത്തിയോട് ചേർന്ന് ഭദ്രാദി കോതഗുഡം മേഖലയിലാണ് 86 കമ്മ്യൂണിസ്റ്റ് ഭീകരർ ആയുധം വെച്ച് കീഴടങ്ങിയത് എന്നുള്ളതാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ദേവിക ചൂണ്ടിക്കാട്ടിയതുപോലെ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമായ മുന്നറിയിപ്പ് മാവോയിസ്റ്റ് ഭീകരർക്ക് നൽകിയിരുന്നു. അതിലൊന്ന് 2026 മാർച്ച് 31 രാജ്യത്ത് നിന്ന് ചുവപ്പൻ ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടും. അതുകൊണ്ട് ഭീകരരോട് പറയാനുള്ളത് ആയുധം വെച്ച് കീഴടങ്ങുക. അത്തരത്തിൽ ആയുധം വെച്ച് കീഴടങ്ങി മുഖ്യധാരയിലേക്ക് എത്തുന്നവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംരക്ഷണം നൽകും, നിയമസഹായം ഉറപ്പാക്കും, പുനരധിവാസ പദ്ധതികൾ പ്രഖ്യാപിക്കും. 1 കോടി രൂപ ഇത്തരത്തിൽ മാവോയിസ്റ്റ് ഭീകരർ കീഴടങ്ങുന്ന ഗ്രാമങ്ങൾക്ക് വികസന പദ്ധതിക്കായി പ്രത്യേകം നൽകും എന്നിങ്ങനെ വ്യക്തമായ മുന്നറിയിപ്പ് മാവോയിസ്റ്റ് ഭീകരർക്ക് ആയുധം വെച്ച് കീഴടങ്ങി മുഖ്യധാരയിലേക്ക് എത്തുന്നതിനുള്ള വാഗ്ദാനം അമിത്ഷാ നൽകിയിരുന്നു. ഒപ്പം കടുത്ത ഭാഷയിൽ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് വെടിയൊച്ചകളും ബോംബുകളും ജനങ്ങളുടെ സമാധാനം കളഞ്ഞിരുന്ന കാലം അവസാനിച്ചിരിക്കുകയാണ്. ഇനി വികസനത്തിന്റെ പാതയിൽ ആരും ആയുധവുമായി തടസ്സം നിൽക്കരുത്, അത്തരത്തിൽ ആയുധം എടുക്കുന്നവർക്ക് കടുത്ത നിയമ നടപടി നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പ് അമിത്ഷാ നൽകുകയും ആ മുന്നറിയിപ്പിന് സാധൂകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേന നടത്തുകയും ചെയ്തിരുന്നു. ദന്തേവാഡ സുഗ്മ അതിർത്തിയിൽ 22 കമ്മ്യൂണിസ്റ്റ് ഭീകരർ, ബീജാപൂരിൽ 16 ഭീകരർ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ നടത്തിയിട്ടുള്ള മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി 50-ലധികം ഭീകരരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അമിത്ഷാ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയത് ആയുധമെടുക്കുന്നവർക്ക് കടുത്ത നടപടി ഉണ്ടാകും, ആയുധം വെച്ച് കീഴടങ്ങുന്നവർക്ക് മുഖ്യധാരയിലേക്ക് എത്തുന്നതിനുള്ള എല്ലാ സഹായവും നൽകും എന്നുള്ളതാണ് അമിത്ഷാ വ്യക്തമാക്കി മുന്നറിയിപ്പ് നൽകിയത്. അതിന് ആ ഒരു മുന്നറിയിപ്പിന് പിറകെയാണ് ഇപ്പോൾ തെലങ്കാനയിൽ ഛത്തീസ്ഗഡ് അതിർത്തിയോട് ചേർന്നിട്ടുള്ള മേഖലയിൽ 86 കമ്മ്യൂണിസ്റ്റ് ഭീകരർ ആയുധം വെച്ച് കീഴടങ്ങിയത്. ദേവിക. ശരി ജിഷ്ണു.